ഇതെൻ്റെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. കുറേ കാലമായി വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ടും ചിലപ്പോൾ എടുത്തു വെച്ചാലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ടും അതങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കുറച്ച് പ്രോഡക്ട്സും കാണിക്കുന്നുണ്ട്. എൻ്റെ കിച്ചണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്ട്സും കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നും നാളെയും കുറച്ച് കേക്ക് ഓർഡേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്പഞ്ചൊക്കെ ഞാൻ ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തിട്ടാട്ടോ ഇതിന് നിന്നത്. അപ്പോൾ സ്പഞ്ചൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് കേക്ക് ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കിലേക്ക് മാത്രം കേട്ടോ. രാത്രിയിലേക്ക് കുറച്ച് ബീഫ് കറി വെക്കണം. ഇത് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ഹോം സെൻറ്ററിലൊക്കെ പോയിട്ട് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലിട്ട സാധനങ്ങളാട്ടോ. അപ്പോൾ ഈ ഗാർലിക് ഇടുന്ന ബോക്സിൽ അധികമൊന്നും ഗാർലിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ കാലമായിട്ടോ എൻ്റെ കയ്യിൽ. ഇത് ഫ്രിഡ്ജിൽ നമ്മൾ തക്കാളിയും പച്ചമുളകും പിന്നെ പുളിയൊക്കെ ബാക്കി വന്ന് ഒരു ബോക്സിലാക്കി വെച്ചാൽ നല്ല സുഖാട്ടോ. അപ്പോൾ അതിനുള്ള ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇത് ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. കുഞ്ഞ് ചോപ്പറാണ്. നമുക്കിതിൽ ഉപ്പേരിക്കൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളിങ്ങനെ ബിരിയാണിക്കും പിന്നെ ബീഫ് കറി ചിക്കൻ കറിയിലേക്കൊക്കെ നമ്മളിങ്ങനെ പേസ്റ്റാക്കി എടുക്കൂലേ, അപ്പോൾ അതിന് നല്ലൊരു സാധനമാണ് കേട്ടോ. നല്ല ചാർജ് നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ വളരെ ചെറുതാണ്. നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കാം. പണിയൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അരി ഒന്ന് അളന്ന് വെച്ചതിന് ശേഷം അതിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിലെടുത്താൽ മതി. ഇത് പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ. അനിയൻ്റെ ഒരു പുതിയ സംരംഭമാണ്. നല്ല പൊടിയായിരുന്നേ. മീറ്റ് മസാല അവൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നതാണ്. പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നി. നമ്മൾ സാധാരണ മീറ്റ് മസാലയൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുക. അതൊന്നും വീട്ടിലുണ്ടാക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഈസ്റ്റേണിൻ്റെ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുക ചെയ്യും. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു ഫ്ലേവർ ആയി തോന്നി. ഞാൻ ഇറച്ചിച്ചോറിൽ ആ ഒരു മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നന്നായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞാൻ തക്കാളിയും ബാക്കിയൊക്കെ ചേർത്ത് ചോറവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇറച്ചിക്കറി വെക്കാൻ പോവുകയാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ചെയ്യുകയാണ്. കാരണം പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയൊരു വിശപ്പ് ഇങ്ങനെ വരും. പക്ഷേ കുളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ പോയി ചോറ് കഴിക്കാൻ വയ്യല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം പോലെ കഴിക്കാൻ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിതാ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇറച്ചിച്ചോറൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ മസാല നല്ല മസാലയായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ച വരെയുള്ള ഒരു വ്ളോഗ് ഇതാണ്. പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് കേക്കിൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ എല്ലാ കേക്കും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.